സനാതനധർമ്മത്തിന് വിടാണ്ട് ഉദയനിധി സ്റ്റാലിൻ. സംഭവം തമിഴ്നാട് ഇലക്ഷനൊക്കെ കഴിഞ്ഞു, തോറ്റു. തൻ്റെ പാർട്ടി പ്രതിപക്ഷത്തോട്ട് വന്നു. സ്വന്തം അച്ഛൻ അതായത് സ്റ്റാലിൻ അതും തോറ്റു. ഈ ഒരു അവസ്ഥയിലും ഫസ്റ്റ് ഡേ ഓഫ് പാർലമെൻറ്റ് സെഷൻ്റെ ഇന്നത്തെ ഫസ്റ്റ് ഡേയിൽ തന്നെ സനാതനധർമ്മത്തിന് നല്ലൊരു പിടി കൊടുത്തിട്ടുണ്ട്. പണ്ടേ അങ്ങനെയാണ്. കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുമ്പേ നമുക്കറിയാം പുള്ളി സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ കൊറോണ ആണെന്നോ എയ്ഡ്സ് ആണെന്നോ അങ്ങനെ തോന്നുന്നു പറഞ്ഞിരുന്നത് അന്ന്. ആ രീതിയിൽ ഇനി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ ഇടയിലോട്ട് ഈ ജനങ്ങളെ വിഭജിക്കുന്ന ഈ സംഭവം എടുത്തു മാറ്റണം എന്നൊക്കെ അന്നേ പറഞ്ഞിരുന്നു. ഇന്നത്തെ ആദ്യത്തെ പാർലമെൻറ്റ് സെഷനിൽ തന്നെ ഉദയനിധി വീണ്ടും അത് ആവർത്തിച്ചിരിക്കുകയാണ്. അതും ആരെ? വിജയിനെ മുന്നിലിരുത്തി വിജയിൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് തന്നെ അത് പറഞ്ഞു. പിന്നെ വിജയ്ക്ക് പൊതുവെ ഈ നമ്മുടെ സംഖ്യകളെ കണ്ടുവിടാത്തത് കൊണ്ട് ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ അതിനെപ്പറ്റിയൊരു സംസാരം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത് കണ്ട് പൊള്ളിയത് തമിഴ്നാട്ടിലെ BJPക്കും അതല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് BJP സനാതനികൾക്കും വല്ലാണ്ട് ഇത് കൊണ്ടിട്ടുണ്ട്, പൊള്ളിയിട്ടുണ്ട്. ഏതായാലും നമുക്ക് വാർത്തകളിലോട്ട് വരാം. തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രകമ്പനം കൊള്ളിക്കുന്ന ഒരു സംഭവമാണ് ഇതെന്നാണ് BJP പറയുന്നത്. കാരണം BJPക്ക് ആകെ ഒരു സീറ്റ് ഉണ്ടാവും. ഒരു സീറ്റിട്ട് എവിടെയോ അവിടെ തട്ടിമുട്ടിയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം അതെങ്ങനെ പ്രകമ്പനം കൊള്ളിക്കും എന്ന് നമുക്കാർക്കും മനസ്സിലായില്ല. ഏതാണെങ്കിലും തമിഴ് നിയമസഭയിലെ സനാതന ധർമ്മത്തിനെതിരെ വീണ്ടും ശക്തമായിട്ടുള്ള പരാമർശനം കൊണ്ടുവന്നിരിക്കുകയാണ് DMKയുടെ നേതാവ്, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഉദയനിധി സ്റ്റാലിൻ. ഇത് രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിക്കുമോ എന്നൊക്കെ പല ആൾക്കാരും ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ഒരു കോളിളക്കം അവിടെ സൃഷ്ടിക്കാൻ പോകുന്നില്ല. കാരണം നമ്മുടെ കേരളം പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഇത്തവണ തമിഴ്നാട്ടിലും BJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടുകൂടാത്ത എന്തെങ്കിലും അല്ലെങ്കിൽ BJP മൊത്തത്തിലല്ല പറയാം, ഈ സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയിത്തുള്ള ഒരു ടീമായതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും അവിടെ ഉണ്ടാവാൻ പോകുന്നില്ല. ഇന്ന് 12-ാം തീയതി മെയ് 12-ന് നടന്ന സഭാ സമ്മേളനത്തിലാണ് രാജ്യവ്യാപകമായിട്ട് നേരത്തെ വലിയ ചർച്ചാ വിഷയമായിട്ടുള്ള അതേ വിഷയം, പുള്ളി മുമ്പും പറഞ്ഞ അതേ വിഷയം വീണ്ടും ആവർത്തിച്ചിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ തൻ്റെ പുതിയ റോളിൽ സനാതനധർമ്മം ഉന്മൂലനം ചെയ്യപ്പെടണമെന്ന് മുൻ നിലപാടിൽ മാറ്റമില്ലെന്നാണ് പുള്ളി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് പുള്ളിയുടെ പ്രസംഗം ഭയങ്കര രസമായിരുന്നു തന്നെ. അതായത് ഉദയനിധി സ്റ്റാലിൻ്റെ പ്രസംഗത്തിൽ പുള്ളി തുടങ്ങിയ സമയത്ത് തന്നെ പുള്ളി പറഞ്ഞത്, மாண்புமிகு முதலமைச்சர் அவர்களும் இன்னைக்கு எதிர்கட்சி தலைவராக இருக்கிற நானும் ஒரே காலேஜில் படித்த ஓல்டு ஸ்டூடெண்ட்ஸ், ஒரே காலேஜில் நாம் படிச்சிருந்தாலும் அரசாங்கத்தை நடத்துறதுல திமுக தான் சீனியர் பேட்ச். அது உங்களுக்கு தெரியும். 1967 ஆட்சிக்கு வந்தது திமுக தான். நாங்கள் தான் சீனியர்ஸ். அந்த அடிப்படையில் எங்களுடைய நாலேஜையும் எக்ஸ்பீரியன்ஸையும் நாங்கள் ஷேர் பண்ணிக்க ரெடியாக இருக்கோம். அதை ஏற்றுக்க நீங்களும் தயாராக இருங்க. അതായത് ഇന്നത്തെ ഉദയനിധി സ്റ്റാലിൻ്റെ പ്രസംഗം തുടക്കം തന്നെ വളരെ രസകരമായിരുന്നു. അതായത് സ്പീക്കറോട്, അതായത് ആദ്യ ഈ ഒരു സെഷനിൽ സംസാരത്തിൽ പുള്ളി വന്ന് പറയുന്നത്, ഞാനും അതുപോലെ തന്നെ ഇപ്പോഴത്തെ CM വിജയും ഒരേ കോളേജിലാണ് പഠിച്ചത്. അന്ന് എൻ്റെ സീനിയർ ആയിരുന്നു. അതായത് ലയോള കോളേജിൽ ഒരുമിച്ച് പഠിക്കുന്ന സമയത്ത് എൻ്റെ സീനിയർ ആയിരുന്നു. അവിടെ എനിക്ക് സീനിയർ ആയിരുന്നു, നൻപനായിരുന്നു. പക്ഷേ നമ്മളിപ്പം പാർലമെൻറ്റിലോട്ട് വരുന്ന സമയത്ത് പുള്ളിയേക്കാൾ ഒരുപാട് മുമ്പ് ഞാൻ പാർലമെൻറ്റിൽ വന്നിട്ടുണ്ട്. അതല്ലെങ്കിൽ ഇവിടെ ഞാനാണ് സീനിയർ, അല്ലെങ്കിൽ DMK ആണ് സീനിയർ. ഓഫ് കോഴ്സ് 2 വർഷം മാത്രമുള്ള ഒരു പ്രായമായിട്ടുള്ള ഒരു TVK അതിൻ്റെ ഫസ്റ്റ് സെഷനിൽ തന്നെ എന്താ പറയുക CM ആയിട്ട് വരുന്നു. അതുകൊണ്ട് ഇവിടെ ഞങ്ങളാണ് സീനിയർ, എല്ലാം കൊണ്ടും രാഷ്ട്രീയപരമായിട്ട് ഞങ്ങളാണ് സീനിയർ. അപ്പം ഇവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങളുടെ എക്സ്പീരിയൻസും എല്ലാം ഞങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും നിങ്ങളുമായിട്ട്. നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകണം. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഇടയിൽ നിൽക്കേണ്ട ആൾ സ്പീക്കറാണ്. സ്പീക്കറോട് പറയുന്നത്, നിങ്ങൾ കോപപ്പെടാതെ, നിങ്ങൾ ദേഷ്യപ്പെടാണ്ട് ഞങ്ങൾ പറയുന്നതും അവർ ഭരണപക്ഷം പറയുന്നത് ഒരുപോലെ കേട്ട് തമിഴ്നാടിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കണം എന്നുള്ള രീതിയിലുള്ള നല്ലൊരു മെസ്സേജ്, നല്ലൊരു സ്പീച്ചായിരുന്നു പുള്ളിയുടേത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് പുള്ളി ലാസ്റ്റ് ഇത് നിർത്തുന്ന സമയത്ത്, അതായത് തമിഴിനഴകം അല്ലെങ്കിൽ തമിഴ്നാടിനഴകം എന്നുള്ള രീതിയിലുള്ള സംസാരം പോയിട്ട് അവസാനത്തിലോട്ടാണ് ജനങ്ങളെ തമ്മിൽ സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സനാതന ധർമ്മം നമുക്ക് വേണ്ട, അല്ലെങ്കിൽ അത് ഇവിടെ വേണ്ട എന്നുള്ളൊരു പ്രസ്താവന പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അതോടൊന്ന് കേൾക്കാം. திராவிட முன்னேற்ற கழகத்துடைய தலைமையில் தேர்தலை சந்திச்சு வென்ற தோழமை இயக்க சட்டமன்ற உறுப்பினருடைய ஆதரவோடு ஆட்சி அமைத்திருக்கக்கூடிய புதிய அரசிற்கும் மாண்பு முதலமைச்சர் அவர்களுக்கும் என்னுடைய வாழ்த்துக்களை நான் மீண்டும் தெரிவித்துக் கொள்கின்றேன். மாண்புமிகு பேரவைத் தலைவர் அவர்களுக்கும் பேரவை துணைத் தலைவர் அவர்களுக்கும் என்னுடைய நன்றி. உங்களுடைய பணிகள் சிறக்கட்டும். மீண்டும் என்னுடைய வாழ்த்துக்களை தெரிவித்துக் கொள்கிறேன். நன்றி, வணக்கம். வெல்க தமிழ், வாழ்க தமிழ்நாடு. மக்களை பிரிக்கும் சனாதனம் நிச்சயம் ஒழிக்கப்பட வேண்டும். நன்றி, வணக்கம். നിങ്ങൾ കേട്ടല്ലോ. അതായത് വാഴുക തമിഴ്, വാഴുക തമിഴ്നാട്, മക്കളെ പിരിക്കും സനാതന ധർമ്മം,
അത് ഇല്ലാണ്ടാവണം, അത് വേണ്ട ഇവിടെ എന്നാണ് പറഞ്ഞത്. ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് പുള്ളി എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. സത്യത്തിൽ സനാതനം ഈ രാജ്യത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ ഒരിക്കലുമില്ല. സനാതന ധർമ്മം എന്നും പറഞ്ഞിട്ടുള്ള ആ ഒരു ധർമ്മം അത് നല്ലതിന് വേണ്ടി മാത്രമേ അതിൽ കാര്യങ്ങൾ സംസാരിച്ച് നല്ലത് മാത്രമേ അതിൽ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ചില കാര്യങ്ങൾ അവിടെയും ഇവിടെയൊക്കെ ചില ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ചില എന്താ പറയുക ജാതീയപരമായിട്ട് പല പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, നമ്മൾ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതല്ലാണ്ട് ഒരിക്കലും സനാതനം രാജ്യത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയില്ല. പക്ഷേ സനാതനി എന്നും പറഞ്ഞിട്ട് അല്ലെങ്കിൽ സനാതന ധർമ്മം എന്നും പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ ഈ എന്താ പറയുക സംഖ്യകൾ കാണിക്കുന്ന വേട്ടാവളിത്തരങ്ങളാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ തമ്മിൽ അടുപ്പിക്കുന്നത്, തമ്മിൽ തെറ്റിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സ്ഥലത്ത് നമ്മളിങ്ങനെ കണ്ടു. ഇതേ സ്ഥാനത്ത് നിന്ന് ബംഗാളിൽ എന്താ അവസ്ഥ? ബംഗാളിൽ സുവേന്ദു അധികാരി വന്നിട്ട് എന്താ പറഞ്ഞത്? മുസ്ലിങ്ങൾക്കൊന്നുമില്ല, മുസ്ലിങ്ങൾക്ക് ഞാൻ പ്രവർത്തിക്കില്ല, മുസ്ലിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്യില്ല, മുസ്ലിങ്ങൾ എനിക്ക് വോട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഹിന്ദുവിന് വേണ്ടി മാത്രം, സനാതനികൾക്ക് വേണ്ടി മാത്രം ഞാൻ പ്രവർത്തിക്കും. അപ്പം തന്നെ സനാതനം എടുത്ത് കളയാൻ എല്ലാവർക്കും തോന്നും. അതാണ് വ്യത്യാസം. സനാതനത്തിന് ഇതിൽ പ്രശ്നങ്ങളൊന്നുമില്ല, സനാതനം എവിടെയും വന്നിട്ടില്ല, സനാതനം ആരെയും ബുദ്ധിമുട്ടിച്ചിട്ടുമില്ല. പക്ഷേ സനാതനി എന്നും പേരും കേട്ടിട്ട് ഇമാതിരി വേട്ടാവളിയന്മാർ വന്നിട്ട് അധികാരത്തിലോട്ട് വന്നിട്ട് അതല്ലെങ്കിൽ ഈ പാവപ്പെട്ട ഈ വിവരവും വിദ്യാഭ്യാസവും തൊഴിലും ബിസിനസ്സും പൈസയും ഒന്നുമില്ലാത്ത തലയിൽ ചാണകം മാത്രമായിട്ട് നടക്കുന്ന ഈ സംഖ്യത്തീട്ടങ്ങൾ വന്നിട്ട് സനാതനിയാന്നും പറഞ്ഞിട്ട് ഈ രാജ്യത്ത് കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കും. ജനങ്ങളെ വേർതിരിക്കും, ജനങ്ങളെ രണ്ട് വഴിക്കാക്കിയിട്ട് അവന്മാർ കാണിച്ചു കൂട്ടുന്ന ചെറ്റത്തരങ്ങൾക്കെതിരെയാണ് എപ്പോഴും ആൾക്കാർ സംസാരിക്കുന്നത്. അവിടെ സനാതനം അറിയാണ്ട് പെട്ടുപോകുന്നതാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അതാണ് സത്യം. ഏതാണെങ്കിലും പുള്ളി പറഞ്ഞതിന് വലിയൊരു കയ്യടി. പുള്ളി ഇത്രയും അവസ്ഥയിൽ അല്ലെങ്കിൽ മൊത്തം ബുദ്ധിമുട്ടിലാണ്, അച്ഛൻ തോറ്റു, പാർട്ടി മൊത്തത്തിൽ തോറ്റു, പ്രതിപക്ഷത്തോട്ട് വരുന്നു, ആ ഒരു അവസ്ഥയിലും ആ ഒരു നിലപാടുണ്ടല്ലോ അതിലൊരു മാറ്റവും ഇല്ല എന്നുള്ളത് വ്യക്തമാക്കി കാണിച്ചിരിക്കുകയാണ്. ജനങ്ങളെ വിഭജിക്കുന്ന സനാതന ധർമ്മം തീർച്ചയായും ഇല്ലാതാക്കണം, ഉന്മൂലനം ചെയ്യപ്പെടണം എന്നാണ് ഉദയനിധി ഇന്ന് പറഞ്ഞതിൻ്റെ ഒരു സാരം. പുതിയ മുഖ്യമന്ത്രി ഫ്രണ്ടിലിരിക്കുന്നു, വിജയ് ഫ്രണ്ടിലിരിക്കുന്നു. വിജയിൻ്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഇത് പറഞ്ഞത്. അത് കേട്ട് ചിരിക്കുകയാണ് വിജയും ചെയ്തിട്ടുണ്ടായിരുന്നത്. സത്യപ്രതിജ്ഞ ചടങ്ങിൽ തമിഴ് വികാരങ്ങളെ അവഗണിച്ചുവെന്നും അതുപോലെ തന്നെ സനാതന ധർമ്മത്തിൻ്റെ സ്വാധീനം കാരണമാണ് തമിഴ് താഴ് വായത്തിന് പ്രാധാന്യം നൽകാതിരുന്നത് എന്നും കൂടെ ഒരു ആരോപണം ഉണ്ടായിട്ടുണ്ട്. അതായത് സത്യപ്രതിജ്ഞ ചടങ്ങിൽ തമിഴിന് വേണ്ട അല്ലെങ്കിൽ തമിഴന്മാർക്ക് തമിഴ് വികാരം ഭയങ്കരമാണ്, ദ്രാവിഡീയ തമിഴ് ആ ഒരു വികാരം ഭയങ്കര, പക്ഷെ അതിന് വേണ്ട രീതിയിലുള്ള ഇത് കൊടുത്തിട്ടില്ല. കാരണം അവിടെ ഇത് എന്താ പറയുക സത്യപ്രതിജ്ഞ സമയത്ത് ആദ്യം വന്ദേമാതരം, പിന്നെ അതും കഴിഞ്ഞ് ലാസ്റ്റിലോട്ടാണ് അവരുടെ ആ ഒരു പാട്ട്, അവരുടെ ഗാനം എന്തോ പോയം എന്തോ ചെല്ലുന്നത്. അതിനെതിരെ പലരും വിമർശനമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം വേണ്ട രീതിയിൽ ഈ സനാതനത്തിൻ്റെ ആ ഒരു എന്താ പറയുക അതിലോട്ടൊരു സ്വാധീനം ഉള്ളത് കൊണ്ടാണ് തമിഴിന് വേണ്ട പ്രാതിനിധ്യം കിട്ടാഞ്ഞത് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ എന്ന് പുള്ളി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഏതാണെങ്കിലും BJP ഇതിനെതിരെ ഭയങ്കരമായിട്ട് ശക്തമായിട്ട് പോരാടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 2-3-4 ആൾക്കാർ BJPക്ക് അവിടെ ഉള്ളത് കൊണ്ട് അവരത് വെച്ചിട്ട് പോരാടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു വലിയ ആഗോള പ്രശ്നമാക്കി എടുക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. നമ്മൾ ഈ പറഞ്ഞ സനാതനികളുണ്ടല്ലോ, സനാതനം എന്തെന്നറിയാത്ത സനാതനികൾ, ഇത് ചിലപ്പോൾ ഇന്ത്യയിൽ വലിയൊരു പ്രശ്നമാക്കി എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇപ്പം പ്രശ്നമായിട്ട് എടുത്തിട്ട് കാര്യമില്ല. കാരണം പറഞ്ഞത് പണ്ട് തമിഴ്നാട് ഭരിച്ച ആളുകളായിരുന്നെങ്കിൽ ഇപ്പം അവിടുത്തെ പ്രതിപക്ഷമാണ്. അപ്പോൾ പ്രത്യേകിച്ചൊന്നും വരാൻ പോകുന്നില്ല. പിന്നെ ഭരിക്കുന്നത് TVK അല്ലെങ്കിൽ വിജയാണ്. വിജയ് ഇതൊന്നും ചെവിയിലൂടെ കേൾക്കാനും പോകുന്നില്ല. വിജയ് അവിടെ ബാക്കിയുള്ള കാര്യങ്ങളെ ചെയ്യാൻ പോകുന്നുള്ളൂ. ഇനി വിജയുടെ കൂടെ കോൺഗ്രസും ബാക്കിയുള്ള മുസ്ലിം ലീഗ് അടക്കമുണ്ട്. ഇതൊക്കെ സംഖ്യകൾ സത്യം പറഞ്ഞാൽ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് കൂടെ വരുന്നു, മുസ്ലിം ലീഗ് കൂടെ വരുന്നു, CPI CPM കൂടെ വരുന്നു. ഇവരെല്ലാവരും കൂടെ വന്നിട്ട് കുരുപൊട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ. അതിൻ്റെ ഇടക്കാണ് ഇയാൾ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ ഈ സനാതനം കൂടെ കൊണ്ടിട്ട് കൊടുത്തത്. ഏതായാലും എനിക്കിഷ്ടപ്പെട്ടു ഈ ഒരു എന്താ പറയുക പ്രസംഗത്തിൽ ഈ ഒരു വാക്കുകൾ വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളൊന്ന് താഴത്ത് കമൻറ്റ് ചെയ്യുക. എത്ര സനാതനികൾ, കള്ള സനാതനികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളത് നമുക്ക് തന്നെ അറിയാം. അവരും കൂടെ ഓടി വരൂ മാടി വരൂ. നിങ്ങൾ വന്നിട്ട് താഴത്ത് കമൻറ്റ് ഇട്ടു നോക്കട്ടെ, കള്ള സനാതനികൾ എത്ര പേര് നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത്. ഒറിജിനൽ കേട്ടോ, ഒറിജിനൽ സനാതനികൾ ഇമ്മാതിരി ഊള പരിപാടിക്ക് നിൽക്കില്ല. അവർ നല്ല രീതിയിൽ നല്ല പോലെ ജീവിക്കും. അതാ വ്യത്യാസം.